മാസം ആദ്യത്തെ ഞായറാഴ്ച ഉത്സവം. അപ്പൊ അതിനെ നമ്മൾ വർഷാഭിഷേകമാണ് പുള്ളിക്ക് രണ്ട് വർഷാഭിഷേകം എടുക്കാൻ പറ്റും. അതുകൊണ്ട് ജനുവരി മാസമാണ് ആദ്യത്തെ ഞായറാഴ്ച വർഷാഭിഷേകമായി എടുത്ത് നമ്മൾ നടത്തുകയാണ്. അത് ഏറെ നക്ഷത്രപ്രകാരമുള്ളത് നമ്മൾ ഒരു ഗണപതി ഹോമവും ഒരു കലശ പൂജയും നേരത്തെ നടത്തി കഴിഞ്ഞു. ഇത് വന്ന് ഈ ഉത്സവത്തിന് കണക്കാക്കി എടുക്കുകയാണ്. അപ്പൊ ഇന്നാണ് വർഷാഭിഷേകം, വാർഷിക ഉത്സവം എന്നുള്ളത് ഇന്നാണ് സങ്കല്പിച്ച് നടന്നത്. ഇപ്പൊ ആദ്യം ബ്രഹ്മകലശാഭിഷേകം കഴിഞ്ഞ് പരികലശാഭിഷേകം കഴിഞ്ഞ് വിഘ്നേശ്വരന് അഭിഷേകം കഴിഞ്ഞ് നാഗത്തിന് അഭിഷേകം. അപ്പൊ നമ്മളെല്ലാവരും അഭിഷേകം നടക്കുമ്പോൾ സ്വാമിയുടെ മന്ത്രം ജപിക്കും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേഭ്യം നമോ നമ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേഭ്യം നമോ നമ. എല്ലാവരും ജപിക്കാം. സൗണ്ടാ പറയാം. മന്ത്രം പറയുന്നത് എന്തിനാണ്ട പിച്ച വയ്ക്കില്ല, കടമാക്കരുത്. മന്ത്രം പറയുന്നത് സൗണ്ടാ പറയാം. അത് തെറ്റായിരുന്ന സൗണ്ട പറയുന്നതാണ്. നമ്മൾ മന്ത്രം പറയാൻ നമ്മൾ പഠിക്കുന്നത് കൂച്ച സ്വഭാവം കൊണ്ടാണ്. നമ്മൾ പറയുന്ന അത് കൂച്ചമായിരിക്കണമാണ് മന്ത്രം പറയാം. അത് കൂച്ചം എന്നുള്ളത് നമുക്ക് ഇരിക്കുന്നു. നമ്മൾ മന്ത്രം പറയുന്നത് സൗണ്ട പറയും. സൗണ്ട മന്ത്രം പറഞ്ഞിട്ടേ നമ്മൾ പഠിക്കില്ല. പക്ഷെ അതേ സമയത്ത് വേറെ ഉള്ള സംസാരിക്കണമെങ്കിൽ നമ്മൾ സൗണ്ട പറയും. ഈ മന്ത്രം മാത്രം ഹിന്ദുക്കൾ എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പൊ മന്ത്രം പറയാതെ ഇപ്പൊ എന്തായാലും നമ്മുടെ ആളുടെ എന്തായെന്ന് വെച്ചാൽ വേറെ മന്ത്രം പറയാതെ പറയും. ഈ മന്ത്രം പിള്ളേർ കാരണമില്ല. ഇപ്പോൾ വരുകാല തലമുറയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഹിന്ദു മതത്തിലുള്ള ഏത് സ്വാമി ഏത് മന്ത്രം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തിനാവും ഈ മന്ത്രം അറിയാതിരിക്കുമ്പോൾ വേറെ മന്ത്രം ഇടാൻ തോന്നും, വീട്ടിൽ സ്ഥാനം കിട്ടാൻ തോന്നും, വീട്ടിലെ കുടിവയ്ക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെ നമ്മുടെ സ്വഭാവം എന്തിനാവും, മാറും. നമ്മുടെ കാര്യം മറന്നു പോകും. നമ്മുടെ കൂറ്റ സ്വഭാവം മന്ത്രം പറയുന്ന എന്തില്ല. അവളെ സാരിയുടെ വില എത്രയെന്ന് കേൾക്കാം. ഈ കാര്യങ്ങൾ ഓർമ്മയില്ല. മന്ത്രത്തിന്റെ കാര്യം നമുക്ക് അതുകൊണ്ട് മന്ത്രം എന്തേലും സൗണ്ട പറയുന്നോട്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേഭ്യോ നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര.
ഓം ഗജാനനം ഭൂതഗണാധിപതിയും കടിസ്ഥലം ഭൂതസാർവക്ഷകം സ്ഥലമാണ്. ഇതിപ്പം ഒരു നാട്ടുകാരല്ല, പല നാട്ടുകാർ പല സ്ഥലത്തു നിന്നാണ് ആൾക്കാരോട് ഈ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സംഭാവനയ്ക്കായിട്ട് നമ്മുടെ നികുതിയാണ് സമ്പ്രദായം. അത് ഭഗവാന് തൊഴിലാണ് സമ്പ്രദായം. ഭഗവാന്റെ ഇരുനാളം പറയുന്ന സമ്പ്രദായം. അതിൻ്റെ പൂജ മഹാദേവ് സോദരത്തിൻ്റെ മഹിളാ സമാജം അവരുടെ അധികവും ഭജനം അവർ കഴിഞ്ഞ രാഷ്ട്രമാസത്തിലുള്ള വളരെ ഗൗരവകരമായിട്ടാണ് നടന്നത്. 45 ദിവസം വളരെ അവർ കുറഞ്ഞ വിനോദങ്ങൾക്ക് നല്ലത് 5 അവർക്ക് മഞ്ഞ കിടപ്പാട് അറിയിക്കുന്നുണ്ട്. ഈ നല്ല അവസരത്തിൽ നമുക്ക് പ്രോഗ്രാം നടത്തി നമുക്ക് കിട്ടിയ ഒരു വലിയ ദൗത്യവും നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം മുനിശ്രേഷ്ഠന്മാരുന്ന സ്ഥലമാണ് ഈ കാണുന്ന വീടുകൾ. വെള്ളിയമ്മയുടെ സ്ഥലമാണ് വരുന്നത്. ഈ സംഭാവനകൾ അതുപോലെ സംഭാവനകൾ നൽകിയ ഓരോരുത്തർക്കും സംഭാവനയ്ക്കായിട്ട് നമ്മുടെ നികുതിയാണ് എന്ന സമ്പ്രദായം. അത് ഭഗവാന് തൊഴിലാണ് സമ്പ്രദായം. ഭഗവാന്റെ ഇരുനാളം പറയുന്ന സമ്പ്രദായം. അതിൻ്റെ പൂജ മഹാദേവ് സോദരത്തിൻ്റെ മഹിളാ സമാജം അവരുടെ അധികവും ഭജനം അവർ കഴിഞ്ഞ രാഷ്ട്രമാസത്തിലുള്ള വളരെ ഗൗരവകരമായിട്ടാണ് നടന്നത്. 45 ദിവസം വളരെ അവർ കുറഞ്ഞ വിനോദങ്ങൾക്ക് നല്ലത് 5 അവർക്ക് മഞ്ഞ കിടപ്പാട് അറിയിക്കുന്നുണ്ട്. ഈ നല്ല അവസരത്തിൽ നമുക്ക് പ്രോഗ്രാം നടത്തി കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇനി നാളെ വളർന്ന് അവരാണ് ഇന്ത്യയിലെ നടത്തേണ്ടത്. കാരണം ഇതെല്ലാം ഭഗവാൻ മുരുകൻ്റെ കിളവിച്ചോലയും എന്ന് പറയുന്ന സ്ഥലമാണ്, വള്ളിയമ്മയുടെ സ്ഥലമാണ്. എൻ്റെ അമ്മൂമ്മ മുത്തച്ഛി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു വെളിച്ചം പണ്ട് ഇവിടെ ഇപ്പോൾ റബ്ബർ പാലാണ് കിട്ടുന്നത്. റബ്ബർ പാലല്ല, അന്ന് വെളിച്ച മരത്തിൻ്റെ പാല് കുടിച്ചാണ് ഈ മുന്നിശ്രേഷ്ഠന്മാരും ഇവരെല്ലാം ഇവിടെ പൂജയിലും തപസ്സിലും ഇരുന്നതായിട്ട് പറയും. ഒരു എൻ്റെ വെച്ചുനാളിൽ ഇവിടെ ഇരിക്കുന്ന വയസ്സായ എന്നെ പ്രായത്തിന് മുകളിലുള്ളവർക്കറിയാം. ഈ ചോല ഇരയ്ക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നു. മഴ തുടങ്ങുമ്പോൾ ആ ചോല ഇരയ്ക്കും. അത് പലരും കേട്ടിരിക്കും. അങ്ങനെപ്പെട്ട നല്ല സത്യത്തിൻ്റെയും നന്മയുടെയും സ്ഥലത്തിൽ നമ്മുടെ നിന്ന് ഭഗവാനെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളും എല്ലാവർക്കും എല്ലാ സുവിശേഷങ്ങളും ഉണ്ടാകണമെന്ന് ഭഗവാൻ ഭൂതനാഥിന് ഞാൻ ഒന്നുകൂടെ വണങ്ങി എല്ലാവർക്കും ഒന്നുകൂടെ ആശംസ അറിയിച്ചുകൊണ്ട് ഇത് ശ്രീ രാജശേഖർ അദ്ദേഹത്തിന് ധർമ്മശാസ്താവിൻ്റെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഏവർക്കും എൻ്റെ അറിയിച്ചുകൊള്ളുന്നു. ഈ ഭൂതപടം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഞാനൊരു 10 കൊല്ലം കൊണ്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ എല്ലാ പൂജയിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ ശാസ്താവിൻ്റെ അറ്റ്മോസ്ഫിയർ ഇത് നോക്കാനൊക്കെ ഈ ശാസ്താവിരിക്കുന്ന സ്ഥലവും ദൈവികമായ ഒരു സ്ഥലമാണ്. പിന്നെ ഈ ക്ഷേത്രം കാട് പിടിച്ച് 10-15 കൊല്ലത്തിന് മുമ്പ് കാട് പിടിച്ച് കിടന്ന ഒരു ക്ഷേത്രമാണ്. സുനിയാണ് അതിന് നിയമിച്ചത്, ശാസ്താവ് നിയമിച്ചത് സുനിയാണ്. ഇങ്ങനൊരു വ്യക്തി വരും, ഈ ക്ഷേത്രം വരും, ഈ ക്ഷേത്രം
ഇന്ന് ഈ ഷീറ്റും ഇങ്ങനെ ഈ പൂർണ്ണോദ്ഘാടനങ്ങളെല്ലാം സാസാബ് നിയമിച്ചത് സുനിയാണ്. വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളോട് എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്ന് ചേർന്ന് സുനിക്ക് സപ്പോർട്ട് നിന്ന് ഇന്ന് ഈ അളവിന് ഈ ക്ഷേത്രം എത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഭക്തജനങ്ങളും ഇത്രയും ഭക്തജനങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അർത്ഥം ഇവിടെ മനസ്സിലാകുകയാണ്. കാരണം ഇന്ന് ഇത് ദേവസ്വം ബോർഡിന്റെ കീഴാണ് ഇരിക്കുന്നത് ഒരു ക്ഷേത്രം. പിന്നെ ഷാജി സാറ് എല്ലാ വർഷവും വരും. ഞാനും ഷാജി സാറും അധ്യാപകനായിട്ട് ഇരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനും ഷാജി സാറും അധ്യാപകൻ, ഞാനും അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് സാറും ഗവൺമെന്റ് സർവീസിൽ പോയി, ഞാനും ഗവൺമെന്റ് സർവീസിൽ എത്തി. സാറിൻ്റെ പ്രവർത്തനം, സാർ ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും അഡ്വൈസുകൾ പറയാനും എടുക്കാനും. ഞാൻ സാറിനെ ഇന്നും ഗുരുനാഥനെ തന്നെ കാണുന്നത്, എൻ്റെ കൂടെ അധ്യാപകനായിരുന്നാലും ഞാൻ സാറിനെ കാണുന്നത് എൻ്റെ ഗുരുനാഥനെ പോലെയാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഭക്തജനങ്ങൾക്കും, ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഈ ക്ഷേത്ര വളർച്ചയ്ക്ക് സുനിയുടെ കൂടെ കൈകോർത്ത് നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ഒരു ഭജന നടത്തിയ കുമാരപുരം മഹിളാ സമാജത്തിനും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏവർക്കും നന്ദി.